10 എണ്ണമോ? ഇത്രയും വേണം, 10 എണ്ണം വേണം. ഓക്കെ, 1 2 3 4 5. കുഞ്ഞാപ്പു എഴുന്നേറ്റ് വന്ന ഒരിതാ അതിന്റെ മൂശാട്ടൊക്കെ. ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ബെസ്റ്റിയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് കാണണേ, ഫുള്ള് വരെ കാണണേ, ഓടിച്ചിട്ട്. ഞങ്ങളില്ലേ ഇന്ന് എനിക്ക് പണിയില്ല, അപ്പൊ പണിയില്ലാത്ത രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയാണ്. ഇക്കാർക്കും പണിയില്ല, കുഞ്ഞാപ്പിനും അവധിയാ. രാവിലെ പൂരി ഉണ്ടാക്കാന്ന് പൂരി ഉണ്ടാക്കി കിഴങ്ങറി ഉണ്ടാക്കാന്ന് വെച്ച് അതിന്റെ ചെറിയൊരു വ്ലോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പറ്റുമെങ്കിൽ ഫുള്ള് ഇടാൻ പറ്റുമെങ്കിൽ എടുക്കല്ലോ. ഒത്തിരി ലെങ്തായിട്ട് ഇടുന്നില്ല, നിങ്ങൾക്ക് ബോറാവൂലെ. ചെറിയൊരു രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കാണിക്കാം. പണിയില്ലല്ലോ, വെറുതെ ഇരിക്കുമല്ലേ. എന്നാ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. അതെ, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, രാവിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. കുഞ്ഞാമ്പ് ഞാൻ എഴുന്നേറ്റിട്ടില്ല, നമുക്ക് ഉറക്കോ. ഞാനിവിടെ സഹായിക്കാന്ന് വെച്ചു. അപ്പൊ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. എന്നാ ഉണ്ടാക്കാം നമുക്ക്. ഞാനൊരു പരത്തിയൊക്കെ കൊടുക്കുക. ഞാനത് ചുട്ടെടുക്കും. ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് കറക്റ്റ് പറയണം കേട്ടോ. നല്ല ബോറടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് പറയണം കേട്ടോ. ഇവിടെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഷെഹുമോള് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ ഓക്കിതേ ഇപ്പൊ ഇങ്ങനെ വീർത്ത് പറഞ്ഞ സാധനം. ശരിക്കും അവള് പറയുന്നത് അത് ആ മാവിന്റെ കൺസിസ്റ്റൻസിയാണ്. കറക്റ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ പൊന്തി വരുള്ളൂ. ഇങ്ങനെ എണ്ണ പിടിച്ചിരുന്ന ഇങ്ങനെ വീർത്ത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെ, വീർത്ത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഹോട്ടലിലൊക്കെ ഇങ്ങനെ പൊന്തിങ്ങനെ വീർത്ത ഇതാണല്ലോ. ഞാൻ മൈദയും ഗോതമ്പ് പൊടി പിന്നെ കുറച്ച് റവയും ഇടാറുണ്ട്. ഇന്ന് റവ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു ഇതുണ്ട്. അതാ പൊന്തി വരുന്നത്. ചിലതൊക്കെ നല്ലോണം പൊന്തി വരും. അവിടെ ഒരാള് നിക്കുന്നുണ്ട്, അത് കാക്ക. അത് ഇവിടെ ഇപ്പൊ കോടെ ഒരു ഇതാ രാവിലെ ആകുമ്പോ വരും. ചിക്കൻ ഇവിടെ മീനൊക്കെ മേടിക്കുമ്പോഴേ ഞങ്ങൾ അതിന്റെ പീസുകളൊക്കെ ഇട്ടു. ഇപ്പൊ ഞാനുള്ളോട്ട് ഇങ്ങോട്ട് വരും. മറ്റേ ഈ ജനലിൽ ഇങ്ങനെ വന്നു, ഈ ജനലില്ലേ, ജനലിൽ ഇതേ വന്ന് ഇങ്ങനെ ഇരിക്കും. അതിന് ചെറിയ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ താടിയാ. കാക്ക ഇവിടെ ഇങ്ങനെ ഇതേ വന്നിരിക്കും. ഇതേ ഞാൻ ജനലിൽ അതേ വന്നിരുന്നിട്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. ഒക്കെ വന്നിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ കയ്യിൽ നിന്ന് വെച്ചൊക്കെ പോകും. ഇടയ്ക്ക് മുതൽ കാക്കയുടെ പുറകിലോട്ട് പോയി. കാക്കയുടെ ഇപ്പുണ്ട്. നമുക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ പരത്തുന്നത് ഉണ്ടാക്കുന്നു. കറി ഞാൻ വെക്കില്ല. ഭയങ്കര സുഖിപ്പിച്ച് നമ്മളെ കൊണ്ട് പണി കഴിക്കും. അങ്ങനെ നമ്മൾ പണി എടുത്ത് നമ്മളെ തിരിഞ്ഞു പോയി നോക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. എന്നോട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പോകുമ്പോ ഇക്കാക്ക് ലീവ് ആണെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്ക് ആളുകളെല്ലാം പണികളൊക്കെ ഒരുക്കും, കിച്ചണൊക്കെ പൊടിയാക്കി വെക്കും. അപ്പൊ ഞാനൊരു സന്തോഷമായിട്ട് കൊടുക്കും. ചുമ്മാ കേട്ടോ, അത് ചുമ്മാ അല്ല. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിലും ഇങ്ങനെ കേട്ടോ, ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ജീവിച്ചു പോകണ്ടേ അല്ലേ. വെജ് കറി വെക്കുന്നല്ലേ, കടുക് 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 പൊട്ടട്ടെ, പൊട്ടിട്ട് നമുക്ക് വെജിറ്റബിൾ കുറുമയാക്കുന്നല്ലേ. വെജിറ്റബിൾ കുറുമയൊന്നുമല്ല, പൊട്ടറ്റോ കറി. എനിക്ക് കറി വെക്കണം കൂടുതൽ അറിയില്ലേ. പിന്നെ കുഞ്ഞാവ് എഴുന്നേറ്റിട്ടില്ല. അവനിന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി നേരം ലേറ്റ് ആയിട്ട്. ആൾക്ക് പരീക്ഷ, ഓണപരീക്ഷ തുടങ്ങാറായി. ഇത് എന്റെ തന്നിട്ട് അവള് എസ്കേപ്പ് ആയി. എസ്കേപ്പ് ഒന്നും ഇറച്ചിക്കറി വെക്കാന്ന് വെച്ചു. ചോറ് ഇറച്ചിക്കറി വെക്കാന്ന് വെച്ചു. പിന്നെ എനിക്ക് കൂടുതൽ നോട്ട്സ് ഒക്കെ ഈ വാട്ടുമൊഴിയിട്ടാ തരുന്നത്. അപ്പൊ അത് എഴുതാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിന് എക്സാം ഉണ്ട്, അവരെ ഇനി പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു ഇത്തിരി നോക്കാം. പിന്നെ അവന്റെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കാന്ന് വെച്ചു. മിക്കത് ചെയ്തിട്ടെന്ന് വെച്ചാൽ അത്രയും ഉള്ള
ചില സമയത്തൊക്കെ എസ്കേപ്പ് ആവാറുണ്ട്. അതെല്ലാരും അങ്ങനല്ല. എല്ലാവരും അങ്ങനല്ല, ഞാൻ പറയുന്നത് ഇത് വാടി ഇച്ചിരി ഉപ്പ് ഇട്ടു. എനിക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്യും. പൊക്കണമെന്നല്ല സത്യം പറഞ്ഞത്. കുക്കൊക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യമൊക്കെ. ഞാൻ ഈ അടുപ്പിന്റെ പണിക്കൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരൊക്കെ സ്റ്റേ ചെയ്തൊക്കെ ഇപ്പോഴല്ല കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പോയി നിന്ന് നമ്മൾ കുക്ക് ചെയ്തൊക്കെ ഈ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ നമ്മൾ നിന്ന് അപ്പം അന്നേരമൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചമ്മന്തി പോലും അരക്കാറില്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അറിയാം. അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും അറിയില്ല. ശേഖന അവിടെ സവാള ചിക്കനാണെന്ന് തോന്നുന്നു അരിഞ്ഞോണ്ടിരിക്കുന്നത്. സവാള അരിഞ്ഞോണ്ടിരിക്കുന്നത് തക്കാളി അതിനുള്ള തക്കാളിയും കൂടെ ഇട്ട് ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് എല്ലാം കൂടെ കൊള്ളുന്നില്ല. നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെയും ചെയ്യുന്നതും നമ്മുടെ ഫേസ് ഒന്ന് ഇത് കാണിക്കുമ്പോൾ നമ്മുടെ ഫേസ് കാണില്ല. ഫേസ് കാണിക്കുമ്പോൾ ഇത് കാണില്ല. പിന്നെ ഞാൻ ഓർത്താൽ ഇങ്ങനെ വെക്കാം. കണ്ടിട്ടും വലിയ ഇതൊന്നും ഇല്ല. അത് കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് പറയാം. എനിക്ക് അറിയില്ലല്ലോ അല്ലേ എങ്ങനെയാണെന്ന്. രാവിലെ കണ്ടിട്ട് എങ്ങനെ ബോറിക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ വീട്ടിട്ട് വെറുപ്പിക്കലോ ആവില്ല. ആദ്യമായിട്ടില്ല നമ്മൾ വലിയ പ്രൊഫഷണൽ നമ്മൾ ആൾക്കാരൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ചെറിയ ചെറിയ പരിമിതികളൊക്കെ കാണും. നിങ്ങളത് കമന്റിലൂടെയൊക്കെ പറഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ. അതിനടുത്ത വീഡിയോ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അധികം പോകണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്തായാലും ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ കഴിക്കുന്നിടത്ത് നമുക്ക് കാണാം. കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങൾ കഴിക്കാൻ പോയി എല്ലാം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞാപ്പൂ എഴുന്നേറ്റ് വന്ന ഒരിതാ അതിന്റെ മൂച്ചാട്ടൊക്കെ അതൊക്കെ ഉണ്ടാക്കിയല്ലോ. അടിപൊളിക്കറിയാ ഉപ്പ് കറി കേട്ടോ. കിഴങ്ങറി ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അത് വെജിറ്റബിൾ കുറുമയൊന്നും അല്ല, അത് കിഴങ്ങറിയാ. അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കറി, പ്രത്യേകതര കറി അത്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഇത് മല്ലിയില കുറവായിരുന്നു, അങ്ങനെ ഇടാറുണ്ട്. മല്ലിയിലും കൂടി അടിപൊളി ടേസ്റ്റാണ്. നീ കഴിച്ചതാ ഞാൻ ഓ എന്താ കഴിച്ചേട്ടെ കഴിക്കൂ. ഞാൻ എങ്ങനെയുണ്ട്? സൂപ്പറാ സൂപ്പർ അടിപൊളിയായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പുരിയുടെ കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടം കഴിഞ്ഞത് തന്നെ. ഇനിയിപ്പോ ശേഖന കഴിച്ചിട്ട് ശേഖനയുടെ അഭിപ്രായങ്ങൾ പറയാം. എങ്ങനെയുണ്ട്? ചുമ്മാ അച്ചയോടൊന്ന് പൊട്ടി പറഞ്ഞല്ലേ? അല്ലല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒത്തിരി മസാല ഇടാത്ത കറിയാണ് ഇഷ്ടം. ഇത് അടിപൊളിയാണ്. ഇവിടെ കട്ടൻ ചായ കോമ്പിനേഷൻ. ഇവിടെ പാൽ ചായ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. കട്ടൻ ചായ കറി കുഴപ്പമില്ല. നമ്മുടെ ഇതിൽ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ഉണ്ടല്ലോ, ആര്യ ഹോട്ടലൊക്കെ ആര്യാസ്. അതെ, അവിടെ ഇതുപോലത്തെ തന്നെ ചെറിയൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഫുള്ളായിട്ടൊന്നും ഞങ്ങൾ പറയില്ല ഒരിക്കലും. അതിന്റെ ഒരു ഏകദേശം നല്ലതാണ്. ഈ കറി കിഴങ്ങ് കറി എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഇതിൽ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇടും. വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇട്ടത് ബീട്രൂട്ടാണ്. ക്യാരറ്റ് ഉള്ളപ്പോൾ ക്യാരറ്റ് ഇടും. ക്യാരറ്റ് ഇടാറുണ്ട് കിഴങ്ങ് കറിയിൽ. ബീട്രൂട്ടൊക്കെ ഇടും. അങ്ങനെ ഉള്ള വെജിറ്റബിൾസ് ഏതൊക്കെയെങ്കിലും ഒക്കെ പെറുക്കി ഇടും. മിക്സ് ഇടാം. ചിലപ്പോൾ കോളിഫ്ലവറിൻ്റെ ഇടും. അങ്ങനെ എന്താ ബീൻസ് ഇടും. ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുള്ളൂ. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കിഴങ്ങ് കറിന്ന് ഫുള്ളും പറയാൻ പറ്റില്ല കേട്ടോ. ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഒന്നുകൂടെ പറഞ്ഞതാണ്. എത്രണ്ണം വേണം? 10 എണ്ണമോ? വേണം 10 എണ്ണം വേണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 ആയി വേണോ? ഇനി എത്ര വേണം? മൊത്തവും വേണം. ഇങ്ങനെ കേട്ടെ. ഇത്രയും നീ കഴിക്കുവോ? നീ രണ്ടിനും കഴിക്കുമ്പോ തന്നെ വേണ്ടെന്ന് പറയില്ലോ. ഇത്രയും കഴിക്കും. ഓക്കെ, ഇനി ഇതിലില്ല. ഇനി കഴിച്ചു കഴിക്കുമല്ല. ഇനി കറി വേണോ? ഓക്കെ. നമ്മളല്ല കാക്കയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതാണ് ഈ കാക്കയാണ്. ഇതാണ് ഞാൻ വീഡിയോന്റെ ഫസ്റ്റിലെ പറഞ്ഞ എന്റെ ബെസ്റ്റ്. അപ്പൊ നമ്മുടെ കഴിപ്പും കൂടിയൊക്കെ കഴിഞ്ഞു. ശേഖന ഇവിടെ വടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒതുക്കി പെറുക്കുക. അടുക്കള കാണിക്കുന്നില്ല. അടുക്കള മൊത്തം അലമ്പാട്ടി കിടക്കുക. പിന്നെന്തുവാ പിന്നെ കുഞ്ഞിനെ കളി. ഒരു കായ് കൊടുത്തേ. മൊബൈലില്ല, എന്തോ ചെയ്യാനാ എപ്പോഴും പോണു. അപ്പൊ നമ്മള് രാവിലെ കഴിക്കുന്നതൊക്കെ ഞങ്ങള് രാവിലത്തെ ബ്ലോഗ് മാത്രമേ ഇന്ന് ഇടുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. ഇനിയിപ്പം കുളിച്ചത്തിന് വേറെ പണികളുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ എനിക്ക് കുറെ നോട്ട്സ് എല്ലാം ഉണ്ട്. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ല, അവന് എക്സാം അടുത്ത് വരുക.
അവന് അടുത്ത ഓണം എക്സാം ഇല്ല, ഓണത്തിൻ്റെ അത് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവനും കുറച്ച് പഠിപ്പിക്കാനുണ്ട്. പുറത്ത് പോകണമെന്നുണ്ട്, ഇനിയിപ്പോ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ 11:30 അത് നല്ല വൈകിട്ട് ഇന്നലെ ഇറങ്ങാമെന്ന് വെച്ചിരുന്നു. അപ്പൊ ഇന്നലെ പറ്റിയില്ല. ഇന്നലെ ഇനിയിപ്പോ ഇന്ന് നോക്കട്ടെ, പറ്റുവാണെന്നുണ്ടെങ്കിൽ വൈകിട്ടൊന്ന് പുറത്ത് പോകും. മിനിയൂട്ടി പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, ചിലപ്പോൾ പോകും. അപ്പൊ അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഇടാം. നമ്മൾ കുറെ മിനിയൂട്ടി ഇവിടെ അടുത്താ മലപ്പുറം. നമ്മൾ കുറെ ആയി മിനിയൂട്ടി പോയിട്ട് അവിടെ കുറെ അപ്ഡേഷനൊക്കെ വന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകും. പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കൂടെ എടുക്കാം. പിന്നെ വേറെ ഒന്നുമല്ല, ഇനിയിപ്പോ ഇവിടെ ഞങ്ങൾ വീഡിയോ ഇവിടെ അതിന്റെ വീഡിയോ പോയിട്ടുണ്ട്. ഇനി കുറെ ജോലിയൊക്കെ ഉണ്ട്. ഞാനിവിടെ സഹായിക്കും. കടയിൽ പോയിട്ട് വന്ന ടൈം കൊണ്ട് ഞാൻ അടിച്ചുവാരി ചെയ്തു. എന്നാ ശരി, ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പിന്നെ ചാറ്റ് എടുത്തേ, ചാറ്റ് എടുത്തേ, ചാറ്റ് എടുത്തേ.